ഞാനിപ്പോൾ സി കെ ഹരീന്ദ്രൻ MLA കൂടിയായ സി കെ ഹരീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ് ഈ ദാരുണ മരണത്തിന് വിധേയനായ ജോയിയോട് കടമ, മരിച്ച ജോയിയോടുള്ള കടമ നമ്മളെല്ലാം നിറവേറ്റിയോ? റെയിൽവേ അത് നിറവേറ്റിയോ? റെയിൽവേക്ക് പുറത്തുള്ള സംസ്ഥാന ഭരണകൂടം അത് നിറവേറ്റിയോ? താങ്കൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ഘട്ടത്തിൽ എന്തു പറയും? MLA, എൻ്റെ മണ്ഡലത്തിലെ ഒരു നിർധന കുടുംബത്തിലെ അംഗമാണ് ജോയി. ഹലോ, കേൾക്കാം, പറയൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഒരു നിർധന കുടുംബത്തിലെ അംഗമാണ് ഈ ജോയി. മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് വിൽപ്പന നടത്തിയും ഒക്കെ ജീവിച്ചു പോന്ന ജോയി ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോലിക്ക് കൊണ്ടുപോകുന്നത് ഒരു കരാറുകാരനാണ്. അദ്ദേഹം അവിടെ പോയി ആമയിഴഞ്ചാൻ തോടിൽ ഇറങ്ങി റെയിൽവേയുടെ സ്ഥലത്ത് ഈ മാലിന്യങ്ങൾ മാറ്റാനുള്ള പരിശ്രമവും എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വെള്ളം ഒഴുകി വന്ന്, കൂടുതൽ വെള്ളം ഒഴുകി വന്ന് ഇയാൾ ഈ ടണലിനകത്തേക്ക് അകപ്പെട്ടു പോയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സംഭവം നടന്ന അന്ന് രാത്രിയും പിറ്റേ ദിവസവുമായി ഞാനവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കാര്യത്തിൽ അങ്ങനൊരു രാഷ്ട്രീയ നിലപാടോ രാഷ്ട്രീയ സമീപനമോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായി കണ്ടില്ല. മേയറും കോർപ്പറേഷൻ്റെ ഭരണാധികാരികളും മിക്കവാറും അതിൻ്റെ കൗൺസിലർമാരും ജീവനക്കാരും കോർപ്പറേഷൻ സെക്രട്ടറിയും എല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമും അവിടെ ഉണ്ടായിരുന്നു. ഈ ജീവനോടെ ജോയിയെ സംരക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂബ ഡൈവിംഗ് ടീം നടത്തിയ നിസ്വാർത്ഥവും അതോടൊപ്പം ജീവൻ നൽകിയും നടത്തിയ പ്രവർത്തനത്തെ, ജീവൻ കൊടുത്തും നടത്താൻ കാണിച്ച താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 40-46 മണിക്കൂർ നേരം കോർപ്പറേഷൻ്റെ ഭരണാധികാരികളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ വാർത്തകൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ കാലയളവിൽ വന്നത് പല നിലയിലും കോർപ്പറേഷനെ പഴിചാരുക, കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഇതിനെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാനുള്ള ചില നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടായത്. ഞാൻ ആരൊക്കെ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ചാനലാണ് അതിനുവേണ്ടി ശ്രമിച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ നിലയിൽ വ്യാപകമായി ജനങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു ദുരന്തം നടന്നു. ആ ദുരന്തം മണ്ണിൽ നിന്നുകൊണ്ട് കരകയറാനുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം അത് ദുരൂഹമായി വ്യാപകമായി പ്രചരണം നടത്തി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിലായിരുന്നു അതിൻ്റെ പ്രചരണം ഈ മണിക്കൂറുകൾ നീണ്ടപ്പോൾ കാണാൻ കഴിഞ്ഞത്. ആ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്ഥലത്തെ MLA എന്ന നിലയിൽ എൻ്റെ ബാധ്യത ഞാൻ ഗവൺമെൻറ്റിൻ്റെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ഉള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ജോയിയെ ജീവനോടെ തിരിച്ചെടുക്കാനുള്ള പരിശ്രമമാണ് സ്കൂബ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കോർപ്പറേഷൻ അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ എല്ലാവരും ഈടുപെട്ട് പ്രവർത്തിക്കുന്നതിന് പകരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് തികച്ചും പ്രതിഷേധാർഹമാണ്. മാത്രമല്ല, ഞാൻ തുടർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു. മേജർ ഇറിഗേഷൻ്റെ നേതൃത്വത്തിൽ ഈ ആമയിഴഞ്ചാൻ തോട് പഴവങ്ങാടിക്ക് അപ്പുറവും അതിനിപ്പുറവും ഇതിനകം തന്നെ 9 ലക്ഷം രൂപയ്ക്ക് കരാറെടുത്ത് ഇവിടെ ആയയിൽ അരിവിപ്പുറത്തിന് സമീപമുള്ള ബിനു എന്ന് പറയുന്ന ഒരു കരാറുകാരനെടുത്ത് ജോലി ചെയ്ത് പൂർത്തിയാക്കി നീറ്റാക്കി. ഈ മേജർ ഇറിഗേഷനാണ്, കോർപ്പറേഷൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. എന്നാൽ റെയിൽവേയുടെ ഈ സ്ഥലത്ത് ആ ടണലെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 117 മീറ്റർ അവിടെ നിയന്ത്രണത്തിലാണ് റെയിൽവേയുടെ. ട്രാക്കുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്. സ്വാഭാവികമായും അവരാണത് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത്, മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഞാൻ റെയിൽവേയോട് ചോദിക്കുന്നത്, ഇവിടെ
നിരവധി ട്രെയിനുകൾ ദിവസവും വന്നു പോവുകയാണ്. ഈ വന്നു പോകുന്ന ട്രെയിനിൽ വരുന്ന മാലിന്യങ്ങൾ യഥാർത്ഥത്തിൽ സംസ്കരിക്കാനുള്ള ഉറവിടമോ സംസ്കരിക്കാനുള്ള സംവിധാനമോ പ്രത്യേകിച്ച് ശാസ്ത്രീയമായ സംവിധാനമോ റെയിൽവേക്കുണ്ടോ? ഈ മാൻഹോൾ വഴി ഈ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഈ ആമയിഴഞ്ചാൻ തോടിനകത്തേക്ക് നിക്ഷേപിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കാര്യത്തിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടോ ഇല്ലേ എന്ന് റെയിൽവേ അധികൃതരാണ് പറയേണ്ടത്. അത് ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല. ആധുനികമായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിൽ വരുന്ന മാലിന്യങ്ങൾ എല്ലാം സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ റെയിൽവേയാണ്. ഇതെല്ലാം ഈ ആമയിഴഞ്ചാൻ തോടിൽ ഈ മാൻഹോൾ വഴി നിക്ഷേപിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന ട്രെയിൻ കഴുകി ആ അഴുക്കുവെള്ളം പോകുന്നത് ഈ ആമയിഴഞ്ചാൻ തോടിലാണ്. മാലിന്യങ്ങൾ മുഴുവൻ ആമയിഴഞ്ചാൻ തോടിലാണ് പോകുന്നത്. അത്രയും സ്ഥലം അവർ നെറ്റ് കെട്ടി മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്കറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഈ റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം, മാറ്റേണ്ട ഉത്തരവാദിത്വം, ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേ അധികൃതർക്കുള്ളതാണ്. കോടതി തന്നെ ആ കാര്യം പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു. കോടതി ആ കേസ് പരിഗണിക്കാനായി ഇരിക്കുകയാണ്. അതിനു മുമ്പ് ബന്ധപ്പെട്ട ആളുകൾ കോടതിക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇക്കാര്യങ്ങൾ നാളെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിന്റെ ചർച്ചാ വിഷയം കൂടിയാണ്. ഞാൻ ഈ ഘട്ടത്തിൽ ചോദിച്ചത്, ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരാൾ ഇങ്ങനെ ദാരുണമായി മരിക്കാനിടയായി, അയാളോട്, അദ്ദേഹത്തിൻ്റെ അവകാശികളോട്, അദ്ദേഹത്തിൻ്റെ ആശ്രിതരോട് നമുക്ക് സമൂഹത്തിനൊരു ബാധ്യതയില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ചിലർ സഹായം പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു. നഗരസഭയ്ക്ക് പുറത്തുള്ള ആളാണ് മരിച്ചത് എങ്കിൽ പോലും വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു കക്ഷിയായ, ആർക്കും ആ കക്ഷി ആണ് എന്ന അവസ്ഥയെ മാച്ചുകളയാൻ കഴിയില്ല, റെയിൽവേ അതിന് തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, നിയമപരമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യും എന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് സമാന്തരമായി തന്നെ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് വാദിക്കുന്നു. ഈ ഒരു സമീപനം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതിനോട് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഞാൻ ഈ ഘട്ടത്തിൽ ചോദിച്ചത്. MLA കൂട്ടിച്ചേർക്കൂ. അതെ, ദുഃഖകരമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യത്വമായിട്ടുള്ള നിലപാട് പോലും അവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. മനസ്സിലാക്കേണ്ടത്, ഈ ബോഡിയുമായി ഞങ്ങൾ വീട്ടിലെത്തി, റെയിൽവേ അധികൃതർ അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങളെല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ചതിന് ശേഷം റെയിൽവേയിലെ ഏതോ ജീവനക്കാരൻ അവിടെ വന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ്, ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കുള്ളതാണ്. അത് മാന്യമായും മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ഈ കാര്യത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ട്. അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള നിലപാടല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. അതേസമയം ഒരു സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ശിഷ്ടജീവിതം ആ കുടുംബത്തിന് സ്വയമായി കാര്യമായി ക്ലേശം കൂടാതെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ 10 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടും മനുഷ്യത്വമായിട്ടുള്ള നിലപാടെന്ന നിലയിൽ നമുക്ക് പൊതുസമൂഹത്തിന് കാണേണ്ടതായി വരും. ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യൻ ജീവൻ പൊലിഞ്ഞു പോയതാണ്. എന്നാൽ ഉത്തരവാദിത്വപ്പെട്ടവർ, ചെയ്യാൻ ഉത്തരവാദിത്വപ്പെട്ടവർ യഥാർത്ഥത്തിൽ ഈ ഒരു ദുഃഖകരമായ ഒരു നിലപാട് സ്വീകരിച്ചതിൽ എനിക്ക് ശക്തമായ ആക്ഷേപമുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ.